ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റും വീടിൻ്റെ പരിസരവും എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് വരെ എൻ്റെ വീടിൻ്റെ മുന്നിലെ അവസ്ഥ ഇതായിരുന്നു. വളരെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു എൻ്റെ വീടിൻ്റെ മുൻവശം മുഴുവനും. അവിടെ ഞാൻ തന്നെ സ്വന്തമായിട്ട് കുറച്ച് വാഴ നട്ടിരുന്നു. ഇതായിരുന്നു വീടിൻ്റെ മുന്നിലെ അവസ്ഥ. ഇതുപോലെയായിരുന്നു എൻ്റെ വീടിൻ്റെ മുൻവശവും നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ ഞാൻ തന്നെ കുഴിയെടുത്ത് കുറച്ച് വാഴ നട്ടു. അപ്പോൾ നമ്മൾക്കും നമ്മുടെ വീടിൻ്റെ പരിസരവും നമ്മുടെ വീടിൻ്റെ മുൻവശവും ഒക്കെ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. വലിയ ടാസ്ക്കൊന്നുമല്ല, നമ്മൾ തന്നെ കുറച്ച് സമയം, ഏകദേശം ഒരു 1-2 മണിക്കൂറൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീടും നമ്മുടെ പരിസരമൊക്കെ വളരെ വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായമാണിത്. ചിലപ്പം എല്ലാവർക്കും കഴിയില്ലായിരിക്കും, എങ്കിലും പരമാവധി ഇത് മറ്റുള്ളവർക്കൊരു ഉപദ്രവമാവത്തില്ല. നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്കവിടെ എന്തെങ്കിലുമൊക്കെ ആദായങ്ങൾ ചെയ്ത് നമുക്ക് സൂക്ഷിക്കാനും പറ്റും. ഇത് പഞ്ചായത്തുകാരോ ആരും കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയൊന്നും ആരും വിചാരിക്കേണ്ട. പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, നീ വാഴ നട്ടോ ഞങ്ങൾ കൊല വെട്ടുമെന്നൊക്കെ പലരും എന്നോട് പറയാറുണ്ട്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, കൊല വേണമെങ്കിൽ ആര് വേണമെങ്കിലും വെട്ടിക്കോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ വീടിൻ്റെ മുൻവശം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നിന്നുള്ളൊരവസ്ഥ ഇതാണ്. അപ്പോൾ ഇതുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത്